എല്ലാ ആരാധനയ്ക്കും സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ നമ്മുടെ കർത്താവിനെ നമുക്ക് ഒന്ന് ചേർന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓരോ നിമിഷവും ഞങ്ങളെ ഓർക്കുമ്പോഴെല്ലാം ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നിത്യം സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നോമ്പുകാല ധ്യാനത്തിന്റെ 3-ാമത്തെ ദിവസം കർത്താവിനെ ആരാധിക്കാൻ, അവിടുത്തെ വചനം കേൾക്കാൻ, അവിടുത്തെ ആശീർവാദമൊക്കെ സ്വീകരിക്കാൻ വേണ്ടി എല്ലാ സമയവും മാറ്റിവെച്ച് കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ ദിവസം കേട്ട എല്ലാ വചനവും നമുക്ക് 30-ഓ 60-ഓ അല്ല, 100 മേനി ഫലം ചൂടണം. ആ ഫലം കായ്ക്കുക, ഫലം നമുക്ക് ലഭിക്കുക ഈശോയുടെ അടുത്ത് ഇരിക്കുമ്പോഴാണ്. നമ്മൾ ഈ ആരാധനയുടെ മുമ്പിൽ അല്പസമയം നമ്മുടെ ഭവനത്തിൽ നമ്മളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈശോയുടെ കൂടെ ഇരിക്കുമ്പോൾ നിശ്ചയമായിട്ട് 30-ഓ 60-ഓ അല്ല, കർത്താവ് നമ്മളോട് സംസാരിച്ച എല്ലാ വചനവും നമ്മുടെ ജീവിതത്തിൽ 100 മേനി ഫലം ചൂടും. നമുക്കിന്ന് കിട്ടിയ ബോധ്യങ്ങളെല്ലാം 100 മേനി ഫലം ചൂടും. ഈശോയുടെ മുമ്പിലേക്ക് നമുക്ക് ഇന്ന് ഈ സമയം സമർപ്പിക്കുന്ന നമ്മുടെ എല്ലാ നിയോഗങ്ങൾ, പ്രാർത്ഥനകൾ, ഈ നോമ്പുകാലത്ത് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ചില സഹനങ്ങൾ, ത്യാഗങ്ങളെല്ലാം തിരുസലിലേക്ക് സമർപ്പിക്കുക. ഇവിടെ സ്വരങ്ങളെ ഉറപ്പായും വിശ്വസിക്കുക. നമ്മുടെ പ്രാർത്ഥനകൾക്ക് കർത്താവ് ഉത്തരം തരും. നമ്മളെ കർത്താവ് അനുഗ്രഹിക്കും. ഈ ആരാധനയുടെ മുമ്പിൽ ഈശോ നമുക്ക് തരുന്ന ഉറപ്പതാണ്, ഈശോയെ ആരാധിക്കുന്നവർക്ക് ഈശോ അനുഗ്രഹം ചൊരിയും. കാരണം എന്താണെന്നറിയോ? നമ്മളിത് വായിച്ച, നമ്മളിന്ന് ധ്യാനിച്ച ആ ഒരു വിഷയങ്ങൾ പോലെ തന്നെ ഈശോ എന്നെയും നിന്നെയും ഓർക്കുന്നുണ്ട്. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെല്ലാം ഇനി ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഈ ഒരു കാര്യം മനസ്സിലേക്ക് ഒന്ന് സൂക്ഷിക്കണം, ഇത് വിശ്വസിക്കണം. ഈശോ നിന്നെ ഓർക്കുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകം അവസാനിക്കുമ്പോൾ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, ഈ ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ വിശന്നിരിക്കുമ്പോൾ ദാനിയേൽ മാത്രമല്ല, സിംഹങ്ങളും വിശന്നിരിക്കുകയാണ്. സിംഹത്തിന്റെ വായ അടപ്പിക്കുന്നുണ്ട് ദൈവം. ദാനിയേല് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അത് തിരിച്ചറിഞ്ഞ ദൈവം ദൂരെ ആയിരുന്ന ഹബക്കൂക്ക് പ്രവാചകനെ ഇപ്പുറത്ത് എത്തിക്കുന്നുണ്ട്. ബാബിലോണിൽ ഈ സിംഹക്കുഴിയിൽ വിശന്നിരിക്കുന്ന ദാനിയേലിന്റെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ട്. ദൈവം എത്തിച്ചു തന്ന ഭക്ഷണമാണ് ദാനിയേലിൽ, ഇത് നീ കഴിച്ചാലുമെന്ന് ഹബക്കൂക്ക് പ്രവാചകൻ സംസാരിക്കുമ്പോൾ ദാനിയേല് പ്രവാചകനോടല്ല തിരിച്ചു പറയുക, പകരം ദൈവത്തോട് പറയും, ദൈവമേ, നീ എന്നെ ഓർത്തല്ലോ, നിന്നെ സ്നേഹിക്കുന്നവരെ നീ ഒരിക്കലും മറക്കില്ല. ദൈവമേ, നീ എന്നെ ഓർത്തല്ലോ, നിന്നെ സ്നേഹിക്കുന്നവരെ നീ ഒരിക്കലും മറക്കില്ല. ഇവിടെ സ്വരങ്ങൾ ഈശോയിലേക്ക് നോക്കാവോ? കർത്താവിന്റെ മുമ്പിൽ ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ പറയാണ്, ദൈവമേ, നീ എന്നെ ഓർത്തല്ലോ, നിന്നെ സ്നേഹിക്കുന്നവരെ നീ ഒരിക്കലും മറക്കില്ല. കർത്താവ് നമ്മളെ ഓർക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സ്വരങ്ങളെ, സങ്കീർത്തനം 40-ലൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ, കർത്താവ് എന്നെ ഓർക്കുന്നുണ്ട്. ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണെങ്കിലും കർത്താവ് എന്നെ കുറിച്ച് കരുതുന്നുണ്ട്. സങ്കീർത്തനം വീണ്ടും നമ്മളോട് ആവർത്തിച്ച് പറയുന്നുണ്ട്, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്,
അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഹി തിങ്സ് അബൌട്ട് യു. നിന്നെ കുറിച്ച് അവൻ ഓർക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കള്, ഇന്ന് ആരാധനയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഇത് ഓർത്തേക്കണേ, ഈശോ നിന്നെ മറന്നിട്ടില്ല. എത്ര സങ്കടങ്ങള് വേദനകളൊക്കെ ഉണ്ടെങ്കിലും, ഒരുപക്ഷെ പാപം മൂലം ഈശോ എന്നൊക്കെ അകന്നു പോയെങ്കിലും, ധ്യാനത്തിന് ആദ്യ ദിവസമൊക്കെ നമ്മൾ ചിന്തിച്ച പോലെ പത്രോസിനെ പോലെ തള്ളിപ്പറഞ്ഞ് അകന്നു പോയിട്ടും ഈശോ നിന്നെ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ദാനിയേലിനെ പോലെ കർത്താവിന്റെ മുമ്പിൽ ഈ വിശ്വാസം പ്രഖ്യാപിക്കണം. കർത്താവെ, അങ്ങനെ ഓർത്തല്ലോ, അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരിക്കലും മറക്കില്ല. നമ്മൾ വായിച്ചു കേട്ട ധ്യാനിച്ച വചനമൊക്കെ ആ ബോധ്യം നമുക്ക് തന്നത്. നല്ലകള് അത്ര നല്ലവനൊന്നും ആയിരുന്നില്ല. നല്ലവനായിരുന്നെങ്കിൽ കുരിശാരോപണമൊന്നും വരില്ലായിരുന്നു. റോമിലെ നിയമങ്ങളൊക്കെ അനുസരിച്ച്, ആ സാമ്രാജ്യത്തിന്റെ കിരാത നിയമങ്ങൾക്കനുസരിച്ച് വലിയ കൊലപാതകങ്ങള്, വലിയ രാജ്യത്തിനെതിരായുള്ള തെറ്റുകളൊക്കെ ചെയ്തവർക്കുള്ള ശിക്ഷയാണ്. ഈശോ അതൊക്കെ നമുക്ക് പകരം ഏറ്റെടുത്തു. എന്നാൽ ഈ കള്ളൻ അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് ഏറ്റെടുക്കുക. കൂടെ ശിക്ഷ അനുഭവിക്കുന്ന കള്ളനോട് പറയുന്നുണ്ട്, ഈ മനുഷ്യൻ നീതിമാനാണ്, പക്ഷെ നമ്മൾ ചെയ്ത തെറ്റിനാണ് ഈ ശിക്ഷ ഏറ്റെടുത്തിരിക്കുന്നത്. അവൻ അത്ര നല്ലവനല്ലായിരുന്നു, അത്ര മിടുക്കനല്ലായിരുന്നു. ഒരുപക്ഷെ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോയെ കളിയാക്കിയവരുടെ കൂട്ടത്തിൽ തുടക്കത്തിൽ അവരും ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഒരു നിമിഷം ഈശോയുടെ സാന്നിധ്യം അവനിലൊരു മാറ്റം വരുത്തുകയാണ്. കുരിശിൽ കിടന്ന് ഈശോ കൈ വിരിച്ചു പിടിച്ചപ്പോ ആ വിരിച്ചു പിടിച്ച സ്നേഹം അവനും കൂടെ അനുഭവിച്ചറിയാണ്. ഈശോ കുരിശിൽ കിടന്ന് അവനെയും ഓർത്തതായി അവനൊരു ചിന്ത വരികയാണ്. ആ ബോധ്യത്തിൽ അവൻ കർത്താവിനോട് ഇങ്ങനെ പറയും, നീ ഇന്ന് നിന്റെ രാജ്യത്തിലായിരിക്കുമ്പോ എന്നെയും കൂടെ ഓർക്കണേ. പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ മുമ്പില് ഇന്ന് അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ ചോദിക്കുമ്പോൾ ഏറ്റവും നിഷ്കളങ്കമായി ഇങ്ങനെ പ്രാർത്ഥിക്കണം, എന്നെയും കൂടെ നീ ഓർക്കണേ. ഈശോയെ, വലിയ കടത്തിലൂടെ കടന്നു പോകുന്നുണ്ട്, വലിയ രോഗത്തിലൂടെ ഞാൻ അവശയായി നീങ്ങുന്നുണ്ട്, പഠിക്കാൻ പറ്റാതെ ഞാൻ വിഷമിക്കുന്നുണ്ട്, ഒരു ജോലിയില്ലാതെ ഞാൻ കരയുന്നുണ്ട്, ലഭിച്ച ജോലി നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയത്തിലൂടെ ഞാൻ കടന്നു പോകുന്നുണ്ട്. ഈശോയെ, ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഞാൻ സങ്കടപ്പെടുന്നുണ്ട്, കുഞ്ഞുങ്ങളില്ലാതെ കരയുന്നുണ്ട്, വിവാഹ തടസ്സം നേരിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്, ഭവനത്തിന്റെ നിർമ്മാണം പൂർത്തിയാവാതെ വിഷമിക്കുന്നുണ്ട്, വലിയ കടബാധ്യത, ജപ്തി ഭീഷണി, ഞാനതിലൂടെയെല്ലാം കടന്നു പോകുന്നുണ്ട്. കൺമുമ്പിൽ പ്രിയപ്പെട്ടവരുടെ ഒരു മരണം കണ്ടതിന്റെ സങ്കടം എന്നെ ഇപ്പോഴും വിഷമിപ്പിക്കുന്നുണ്ട്. ശരീരം കാർന്നു തിന്നുന്ന വേദനകൾ രോഗങ്ങളുടെ രൂപത്തിൽ എന്നെ അലട്ടുന്നുണ്ട്. ശിരസ് മുതലുള്ള കാലുവരപ്പ ഞാൻ വേദനിക്കുന്നുണ്ട്. കുരിശിൽ നീ ഒരു വലിയ മുറിവായി കടന്നതുപോലെ ഇന്നെന്റെ ശരീരത്തിലെ പല അവയവങ്ങളും രോഗത്തിന്റെ ബുദ്ധിമുട്ടുകളാൽ വേദനിക്കുന്നുണ്ട്. ഈശോയെ, എൻ്റെ ആന്തരിക അവയവങ്ങളെ രോഗം കാർന്നു തിന്നു തുടങ്ങിയിട്ടുണ്ട്. വിട്ടുമാറാത്ത തലവേദന, ജോയിൻസിന്റെ വേദനകൾ എൻ്റെ ശരീരത്തെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. രക്തസംബന്ധമായ രോഗങ്ങൾ, ഹൃദയത്തിന്റെ ബുദ്ധിമുട്ടുകൾ, ഈശോയെ, ശ്വാസകോശത്തിന്റെ അസുഖങ്ങൾ, ഈശോ, വിവിധ തരത്തിലുള്ള അലർജികൾ, ഒരുപാട് രോഗങ്ങളാൽ ക്ലേശിക്കുന്നു. അപ്പൊ ഇന്ന് ഈ ആരാധനയ്ക്ക് ഇരിക്കുന്ന അങ്ങയുടെ മക്കളില് പ്രത്യേകിച്ച് ശാരീരികമായ വലിയ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ഒത്തിരി പേരുണ്ട്. ഒരുപക്ഷെ ഒരല്പസമയം പോലും ഇങ്ങനെ ഒരു ആരാധനയുടെ മുമ്പിൽ ഇരിക്കാൻ ശരീരം അനുഭവിക്കാത്ത വലിയ വേദനകളിൽ ബുദ്ധിമുട്ടുന്ന മക്കള് ഒത്തിരി വേദന സഹിച്ച് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈശോയെ, നീ ഓർക്കണേ. കുരിശിൽ കിടന്നുകൊണ്ട് ആ കള്ളൻ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കാം. അങ്ങ് അങ്ങയുടെ രാജ്യത്തിലാണ്, അങ്ങ് എന്നെ ഓർക്കണേ. രോഗിയായ എന്നെ നീ ഓർക്കണമേ. ജോലി നഷ്ടപ്പെട്ടു പോയി എന്നെ ഓർക്കണേ. തടസ്സങ്ങൾ നേരിട്ട് നിൽക്കുന്ന എന്നെ നീ ഓർക്കണമേ. ഈശോയെ, ഈ അവസ്ഥകളെല്ലാം നീ കാണണമേ, എന്നെ ഓർക്കണമേ. രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് രോഗങ്ങളാൽ ക്ലേശിക്കുന്ന എല്ലാ മക്കളും ഈ സമയം പ്രാർത്ഥിക്കണേ. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും വലിയ രോഗങ്ങളിലെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ സമയം പ്രാർത്ഥിക്കുക. ആശുപത്രികളിലും ഭവനങ്ങളിലൊക്കെ ആയിട്ട് പ്രായാധിക്യം മൂലം രോഗങ്ങൾ മൂലം ക്ലേശിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ സമയം പ്രാർത്ഥിക്കുക. കർത്താവ് സൗഖ്യം തരട്ടെ. കരങ്ങൾ നീട്ടി അവിടുന്ന് സൗഖ്യപ്പെടുത്തട്ടെ. അപ്പോസ്തലൻ പോലത്തെ 4:30 വചനത്തിന്റെ അഭിഷേകത്തിൽ പ്രാർത്ഥിക്കും.
പിതാവായ ദൈവമേ, പരിശുദ്ധ ദാസനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും സംഭവിക്കാൻ അങ്ങയുടെ വലതുകരം ഇപ്പോൾ ഈ സമയം ഈ ആരാധനയിലായിരിക്കുന്ന മക്കളിലേക്ക്, പ്രിയപ്പെട്ടവരിലേക്ക് നീട്ടണമേ. കരകൾ രണ്ട് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് നമ്മുടെ എല്ലാ രോഗപീഠകളെ, ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകളെ ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് കുരിശിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തത്തുള്ളികളാൽ ഞങ്ങളെല്ലാം കഴുകി ശുദ്ധീകരിച്ച് ഞങ്ങൾക്ക് ആരോഗ്യം വീണ്ടും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ചേർത്ത് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ആരാധന, 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 ആരാധന. സൗഖ്യമേ ആരാധന, സൗഖ്യമേ ആരാധന. ഞാൻ നിന്നെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവ്, ഞാൻ നിന്നെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവ്, ഞാൻ നിന്നെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവ്. ഈ സമയം തന്നെ കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് സൗഖ്യം ഒഴുകി നിന്നെ ശക്തിപ്പെടുത്തട്ടെ. ശരീരത്തിന്റെ രോഗപീഠകൾ ഈ സമയം സൗഖ്യപ്പെടട്ടെ. സന്ധിബന്ധങ്ങൾ ബലം പ്രാപിക്കട്ടെ. അസ്ഥിബന്ധങ്ങളുടെ സൗഖ്യം പ്രാപിക്കട്ടെ. ആന്തരിക അവയവങ്ങളെ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോയെ ശിരസ് മുതൽ ഉളങ്കാൽ വരെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെ ഈ സമയം ഒന്ന് കഴുകി ശുദ്ധീകരിക്കണമേ. പഞ്ചേന്ദ്രിയങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. അങ്ങയുടെ തിരുവിലാവിൽ ഒഴുകുന്ന തിരുരക്തത്തുള്ളികളാൽ സൗഖ്യം നൽകി ശക്തിപ്പെടുത്തണമേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ഓർക്കണമേ, ഓർക്കണമേ, സൗഖ്യപ്പെടുത്തണമേ. ഈശോയെ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ഈശോയുടെ കരങ്ങളിലേക്ക് മനസ്സിലെ എല്ലാ വിഷമങ്ങളും ഒന്ന് കൊടുക്കാം. ഓർക്കണേ എന്ന് പ്രാർത്ഥിക്കുക. കുരിശിലെ കള്ളൻ പ്രാർത്ഥിച്ചതുപോലെ ഹൃദയം തുറന്നു പ്രാർത്ഥിക്കുക. ശരീരത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മേലും കർത്താവിന്റെ സൗഖ്യം ഇറങ്ങുന്ന പോലെ തന്നെ വളരെയധികം ആവശ്യമാണ് നമുക്കത് മനസ്സിന്റെ സൗഖ്യം. അനാവശ്യമായ ചില ടെൻഷനുകൾ ഉണ്ടാകാം, ഈശോയ്ക്കത് കൊടുത്തേ. മനസ്സിനെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വേദനകൾ ഉണ്ടാകാം, കെട്ട ഓർമ്മകൾ ഉണ്ടാകും, എല്ലാം ഈശോയ്ക്ക് കൊടുത്തേ. ഈ നോമ്പുകാലത്ത് സഹനങ്ങളൊക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ ഒരുപക്ഷെ ഈ നോമ്പിന്റെ ദിവസങ്ങളിൽ തന്നെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒത്തിരി സംഘർഷങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം, എല്ലാം ഈശോയ്ക്ക് കൊടുക്കാം. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ഈശോ ഒരു പ്രചോദനം തരികയാണെങ്കിൽ നിങ്ങളുടെ രണ്ട് കരങ്ങളും ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശിരസിന്റെ മേലേക്ക് വയ്ക്കാം. ഒരുപാട് ചിന്തകൾ അനാവശ്യമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകാം, ആവശ്യമില്ലാത്ത ടെൻഷനുകൾ ഉണ്ടാകാം, ആകുലതകൾ, വ്യാകുലതകൾ, അസ്വസ്ഥതകൾ, ഭയങ്ങൾ എല്ലാം ഈശോ കൊടുത്തേ. നമ്മുടെ തലച്ചോറിന് ഇങ്ങനെ കാർന്ന് തിന്നുന്ന ചില ടെൻഷനുകളില്ലേ, നമ്മുടെ നെഞ്ചിന്റെ താളം മാറ്റുന്ന ചില വേദനകളില്ലേ, അസ്വസ്ഥതകളില്ലേ, ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, അനാവശ്യമായ ചില ഓവർ തിങ്കിങ് ആയിരിക്കും. ചുമ്മാ ഇരുന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് എല്ലാം ഈശോ കൊടുക്കാം. സത്യമായിട്ട് ചിലപ്പോൾ ചില കുരിശുകളിലൂടെ കടന്നു പോകുന്നുണ്ടാകാം, എങ്കിലും ഇങ്ങനെ ടെൻഷൻ അടിച്ച് ആ വിഷമത്തെ നീ ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഉറക്കം കിട്ടുന്നില്ല, ഇല്ല ഈശോ കൊടുക്ക്. രാത്രിയൊക്കെ ഇങ്ങനെ കണ്ണു തുറന്നിരിക്കുകയാണ്, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ആശ്വാസത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല, കട്ടിൽ കിടന്ന് തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കാൻ ഉറക്കം വരുന്നില്ല, ടെൻഷനാണ്. ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളെ ഓർത്തിട്ടായിരിക്കാം, കഴിഞ്ഞ കാലത്ത് സംഭവിച്ചൊരു അബദ്ധത്തെ ഓർത്തായിരിക്കാം, പറ്റിപ്പോയൊരു തെറ്റിനെ ഓർത്തായിരിക്കാം. ഈശോയെ ഉറക്കം കിട്ടുന്നില്ല, ഈശോടത്ത് പറ, എന്നെ ഓർക്കണേ എന്ന് പറ. അവനെ സ്നേഹിക്കുന്നവനെ അവൻ ഒരിക്കലും മറക്കില്ല. ദാനിയേലിനെ സ്നേഹിച്ചതുപോലെ, ദാനിയേലിനെ ഓർത്തതുപോലെ, കുഞ്ഞെ നീ സമയം നീ ഈശോയെ ആരാധിക്കല്ലേ. എന്റെ മനസ്സിന്റെ എല്ലാ സംഘർഷങ്ങളും ഈശോ കൊടുക്ക്. എന്നെ ഓർക്കണേ കർത്താവെ, എന്നെ ഒന്ന് കാണണേന്ന് പറ. എന്റെ മനസ്സിന്റെ വേദനകളെ, സങ്കടങ്ങളെ അങ്ങ് സൗഖ്യപ്പെടുത്തണേന്ന് ഈശോയോട് പറ. എന്നെ ഓർക്കണേ കർത്താവെ, എന്റെ ടെൻഷനുകളെ കർത്താവെ നീ ഓർക്കണേ. നാളെ കുറിച്ചുള്ള ഭയങ്ങളാണ്. ഈശോ എന്താകും, ജോലി കിട്ടുമോ, പ്രിയപ്പെട്ടവരൊക്കെ കൂടെ നിൽക്കുവോ, ചില ഭയങ്ങൾ, മരണത്തെ കുറിച്ചുള്ള ഭയങ്ങൾ, സ്വന്തം ജീവിതത്തെ കുറിച്ചുള്ള ഭയങ്ങൾ, പ്രിയപ്പെട്ടവർ മരിച്ചു പോവോ, അപ്പനും അമ്മയും മരിച്ചു പോവോ, ജീവിത പങ്കാളി നഷ്ടപ്പെട്ടു പോവോ, മക്കൾ മരിച്ചു പോവോ, പേടിയാണ്. ഒന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ എന്റെ മനസ്സ് ശാന്തമാകുന്നില്ല. ഈശോയെ, എന്റെ മനസ്സിനെ ശാന്തമാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല.
പുസ്തകങ്ങളൊക്കെ വായിക്കുന്നുണ്ട്, പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്, ആരാധനയ്ക്കൊക്കെ പോയിരിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഭയങ്ങളാണ്. ഈശോ, നാളെ എന്ത് സംഭവിക്കും? മരണത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച് അനാവശ്യമായ ടെൻഷനുകൾ, എന്നെ ഒന്നും കൊള്ളത്തില്ല എന്നുള്ള ചിന്തകൾ, തൊട്ടാവാടി സ്വഭാവം, പെട്ടെന്ന് കരഞ്ഞു പോകുന്ന സ്വഭാവം, ചെറിയ കാര്യങ്ങൾക്ക് പോലും നിരാശപ്പെട്ടു പോകുന്ന സ്വഭാവം. ഈശോയെ, എല്ലാം നിന്റെ കയ്യിലോട്ട് തരുവാട്ടോ. എനിക്കിത് ഇറക്കി വെക്കാൻ വേറെ ഒരു ഇടമില്ല. എൻ്റെ ഡിപ്രഷൻ, എൻ്റെ നിരാശ, ഈശോ, എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥകൾ, എടുത്ത തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കാൻ പറ്റാത്ത എൻ്റെ ആടി ഒളഞ്ഞുള്ള ഒരു ജീവിതം, എല്ലാം നിന്റെ കയ്യിലേക്ക് തരികയാണ്. നമുക്ക് രണ്ട് കരങ്ങളും ഒരിക്കൽ കൂടി ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കും. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇങ്ങനെ അനാവശ്യമായ ടെൻഷൻ, നിരാശ, ഡിപ്രഷൻ, വലിയ സങ്കടങ്ങളിലൂടെ, ഇരുട്ടിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ മക്കളെ, അവർക്ക് വേണ്ടി കൂടെ ഒന്ന് പ്രാർത്ഥിക്കാവോ? നിങ്ങളെ ഈശോ സൗഖ്യപ്പെടുത്തിയിട്ടുണ്ടാകാം, നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കാം. എന്നാൽ അങ്ങനെ അല്ലാത്ത ഒത്തിരി പേരില്ലേ? നമ്മളിപ്പോൾ ഈ ആരാധന പങ്കെടുക്കുമ്പോൾ ലോകത്തിന്റെ പലയിടങ്ങളിൽ നിന്ന് എന്തോ ആളുകളാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പരസ്പരം അറിയില്ല. എങ്കിലും ഒരു ആത്മീയ കൂട്ടായ്മയിൽ ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന, ഈ നോമ്പുകാല ധ്യാനത്തിന്റെ ഭാഗമായിട്ട് ഈ ദിവസങ്ങളൊക്കെ വചനം കേൾക്കുന്ന, ആരാധിക്കുന്ന, ഈശോയെ മുറുകെ പിടിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് അങ്ങ് കൊടുക്കാവൂ. ഈശോയെ, ലോകമെമ്പാടും ഷാലോം ടിവിയിലൂടെ അങ്ങേ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഒരു ആത്മീയ കൂട്ടായ്മയിൽ തന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകമായിട്ട് വലിയ മാനസിക സംഘർഷങ്ങളിലൂടെ, ടെൻഷനിലൂടെ, അസ്വസ്ഥതകളിലൂടെ, ഉറക്കമില്ലാത്ത രാത്രികളിലൂടെയൊക്കെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും അവരുടെ ടെൻഷനുകൾ, അസ്വസ്ഥതകൾ അങ്ങേക്ക് തരികയാണ്. മനസ്സിനെ ശാന്തമാക്കണേ ഈശോയെ, അവരെ അങ്ങ് ഓർക്കണേ ഈശോയെ. ഞങ്ങൾ മറന്നുപോയാലും ഈശോയെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവര് ലോകമെമ്പാടും ടെൻഷനിലൂടെ, സങ്കടങ്ങളിലൂടെ, ഭയങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും ഓർക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് അവരെല്ലാം സമർപ്പിച്ച് ഒരുമിച്ച് ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. എല്ലാവരും ചേർന്ന് നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ലോകം മുഴുവനെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഈശോയെ കൊടുത്തുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഓർക്കണമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കണമേ, ഞങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കണമേ, ഞങ്ങളുടെ ഉറപ്പില്ലാത്ത അവസ്ഥകളെ എന്നെ ശാന്തമാക്കണമേ, ടെൻഷനുകളെ, ഇൻസെക്യൂരിറ്റികളെ, ഭയങ്ങളെ, കോംപ്ലക്സുകളെ അത് സൗഖ്യമാക്കണമേ. ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ സമയം സൗഖ്യമാക്കണമേ. ഈശോയെ, നീ കുരിശിൽ അനുഭവിച്ച ആ ഏകാന്തത, വേദന, നിന്റെ കിടങ്ങിൽ താഴ്ത്തിയിട്ടപ്പോൾ നീ അനുഭവിച്ച ആ ഏകാന്തത, വേദന, അതിലൂടെയൊക്കെ ചേർത്ത് ഞങ്ങളുടെ ഏകാന്തത അനുഭവിക്കുന്നവരെ, ഒറ്റപ്പെട്ടു പോയവരെ, നിരാശയിലായിരിക്കുന്നവരെ കർത്താവെ അങ്ങ് ഏറ്റെടുക്കണമേ. റൂം അടച്ചിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് ഈ സമയം ഏറ്റെടുക്കണേ. അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ ഈശോയെ. സൗഖ്യം നൽകി അനുഗ്രഹിക്കണേ ഈശോയെ. ആരാധന, 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 ആരാധന ഈശോയെ. ആരാധന ഈശോയെ. ആരാധന, 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 ആരാധന ഈശോയെ. സൗഖ്യമായ അങ്ങ് അടുത്തേക്ക് ഇറങ്ങി വരണമേ. കരങ്ങൾ രണ്ട് നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. കണ്ണുകൾ തുറന്ന് അൾത്താരയിൽ ഈശോയെ തന്നെ ശ്രദ്ധിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് വചനത്തിലൂടെ കർത്താവ് നമുക്ക് തന്ന ബോധ്യമാണ്. ഏറ്റവും അവസാന നിമിഷം പോലും അനുദപിച്ചൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിന്നെ ഓർക്കും. നിന്റെ സങ്കടങ്ങളെയും നിന്റെ വേദനകളെയും മാത്രമല്ല, ഈശോ നിന്നെ പൂർണ്ണമായിട്ട് ഓർക്കും. അവൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോഴെങ്കിലും നീ ഒന്ന് അനുദപിക്കുക, തെറ്റ് പറ്റിയെന്ന് നീ ഒന്ന് ഏറ്റുപറയുക. കുരിശിൽ കിടന്നുകൊണ്ട് ആ കള്ളൻ സ്വയം ന്യായീകരിക്കാൻ നിന്നില്ല. അവൻ ചെയ്ത തെറ്റുകള് മറ്റുള്ളവരുടെ മേല് കുറ്റം ആരോപിക്കാനോ നിന്നില്ല. തെറ്റ് പറ്റിയെന്ന് മനസ്സിൽ തോന്നിയപ്പോ കഴിഞ്ഞ കാലത്തിന്റെ കണക്കുകളൊന്നും അവൻ ഈശോയുടെ മുമ്പിൽ എടുത്തു വെച്ചില്ല. നിഷ്കളങ്കതയോടെ, വിശ്വാസത്തോടെ, പാപം ക്ഷമിക്കുന്ന കരുണാമയനായ കർത്താവാണ് ഇതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, പാപികൾക്ക് വേണ്ടി പോലും, തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി പോലും ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ ഹൃദയം കണ്ടുകൊണ്ട് ആ കള്ളൻ
ആ ഹൃദയത്തിൽ ഒരു ഇടം കണ്ടെത്താൻ വേണ്ടി ആ അവസാന നിമിഷം ശ്രമിക്കുകയാണ്. ആ കള്ളനെ പോലെ അല്ലല്ലോ ഞാനോ നീയോ. കേട്ട വചനങ്ങൾ, കൂടിയ ധ്യാനങ്ങൾ, വായിച്ച വചനഭാഗങ്ങൾ, കിട്ടിയ ബോധ്യങ്ങളെല്ലാം അനുസരിച്ച് നമുക്ക് എത്രയോ തവണ നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. അനുദപിക്കണം, തിരിച്ചു ചെല്ലണം. നീ തിരിച്ചു ചെന്നാൽ ഈശോ നിന്നെ വീണ്ടും ചേർത്ത് പിടിക്കുമെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. എന്നിട്ടും അകന്നു പോയിട്ടുണ്ട്. ഈശോ സ്നേഹിക്കുകയാണ് നിന്നെ. കുരിശിൽ കടന്നുകൊണ്ട് ഈശോ ആർക്കൊക്കെ സ്നേഹം കൊടുത്തു എന്ന് ചോദിച്ചാൽ, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ യോഹന്നാനൊരു വലിയ സ്നേഹം, ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞ മറിയത്തിന് വലിയൊരു സ്നേഹം, പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അളവില്ലാത്തൊരു സ്നേഹം, പാപികളോട് തന്നെ കുരിശിൽ കയറ്റിയവരോട് കളിയാക്കിയവരോട് പോലും ക്ഷമിച്ചുകൊണ്ടുള്ളൊരു സ്നേഹം, അപ്പാ നിന്റെ കരങ്ങളിലേക്ക് എന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ പിതാവിനോടുള്ള സ്നേഹം, കുരിശിൽ രണ്ട് കരങ്ങളും വിരിച്ചു പിടിച്ചുകൊണ്ട് എന്നോടും നിന്നോടുമുള്ള സ്നേഹം. സിയനായിലെ വിശുദ്ധ കാതറിൻ പറയുന്നത് പോലെ, മൂന്നാണികളല്ല നിന്നോടുള്ള സ്നേഹം, എന്നോടുള്ള സ്നേഹമാണ് അവനെ കുരിശോട് ചേർത്ത് പിടിച്ചു. സ്നേഹം അവൻ പറഞ്ഞത് വാക്കുകളിലല്ല, വാക്ക് മാംസമായി വന്ന് ആ മാംസം ഒരു മുറിവായി കുരിശിൽ നെടുകയും കുറുകയും കാണിച്ചു തന്നുകൊണ്ട് ആ സ്നേഹം അവൻ കാണിച്ചു. ആകാശത്തെ പൊട്ടിക്കുന്ന രീതിയിൽ, മുറിപ്പെടുത്തുന്ന രീതിയിൽ നിലവിളികൾ, എനിക്ക് വിശക്കുന്നുവെന്നും അപ്പാ നീ കൈവിട്ടോ എന്നുള്ള ചോദ്യങ്ങൾക്കും ഒക്കെ നടുവിൽ അവന്റെ സ്നേഹവും കൂടെ ഒഴുകുന്നത്, കരുണയും കൂടെ ഒഴുകുന്നത് നീ കാണണേ, കേൾക്കണേ. അവൻ നിന്നെയും കരുതുന്നുണ്ട്. കുരിശിൽ കിടന്ന് അവൻ ഓർത്തത് കുഞ്ഞെ നിന്നെയും കൂടെയാണ്. കുരിശിൽ കിടന്നുകൊണ്ട് അവൻ ഓർത്തത് പിതാവിനെ, അമ്മയെ, യോഹന്നാനെ, തന്റെ ശത്രുക്കളെ, വേദനിപ്പിച്ചവരെ അല്ല, കള്ളനെ അല്ല. കുരിശിൽ കിടന്നുകൊണ്ട് അവന്റെ അവസാനത്തെ ചിന്തകൾ നിന്നെ കുറിച്ചും കൂടിയാണ്. He was thinking about you on the cross. അവന്റെ കരം വലിഞ്ഞു മുറുകുമ്പോഴും, അവസാനത്തെ തുള്ളി രക്തം ഇറ്റിറ്റായി വീഴുമ്പോഴും, നെഞ്ചു കുത്തിത്തുളഞ്ഞ നെഞ്ചിൽ നിന്ന് രക്തവും ജലവും ഒഴുകുമ്പോഴും, പ്രാണവായുവിന് വേണ്ടി പിടയുമ്പോഴും, അപ്പാ എന്ന് നിലവിളിക്കുമ്പോഴും, He was thinking about you. ഇന്ന് ഈ നോമ്പുകാല ധ്യാനത്തിൽ പങ്കെടുക്കുന്ന, ആരാധിക്കുന്ന നിന്നെക്കുറിച്ചും കൂടെ ഓർത്തുകൊണ്ടാണ് അവൻ കുരിശിൽ കിടന്നത്. നീ നിന്റെ സന്നദ്ധിയിൽ രാജസാന്നിധ്യത്തിലായിരിക്കുമ്പോൾ, നിന്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ, നിന്റെ സ്നേഹത്തിന്റെ ഭരണം നീ നടത്തുമ്പോൾ, നിന്റെ കരുണയുടെ കവാടം നീ തുറക്കുമ്പോൾ, എന്നെയും കൂടെ ഓർക്കണമേ എന്ന് കള്ളം പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുക. ആ സ്നേഹം കിട്ടാൻ ഒരുപക്ഷെ ഒരു അവകാശം ഉണ്ടാവില്ല. ഒന്നും അവന്റെ മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ആയിരിക്കില്ല. ഈശോയെ, നീ എന്നെ ഓർക്കാൻ മാത്രം അത്ര നന്മയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ദാവീദ് ദിനവൃത്താന്ത പുസ്തകത്തില് നാഥാന്റെ പ്രവചനം കേട്ട് ഇങ്ങനെ കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. നീ എന്നെ പരിഗണിക്കാൻ, നീ എന്നെ ഓർക്കാൻ, ഇത്രമാത്രം നീ എന്നെ സ്നേഹിക്കാൻ, അനുഗ്രഹിക്കാൻ ഞാനോ എന്റെ കുടുംബമോ നിന്റെ സന്നിധിയിൽ എന്തുണ്ട്? എളിമയോടെ ദാവീദ് പ്രാർത്ഥിച്ചു. പക്ഷേ പാപബോധത്തോടെ മക്കളെ നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഇത്രമാത്രം കരുതാൻ, ഇത്രമാത്രം സ്നേഹിക്കാൻ. ആ കള്ളനേക്കാൾ വലിയ തെറ്റുകൾ ചെയ്തിട്ടും അനുഭവിക്കാതിരുന്നിട്ടും വീണ്ടും സ്നേഹിച്ച ഈ കാരുണ്യം, വെട്ടിക്കളയാമായിരുന്നിട്ടും, ദൂരെ കളയാമായിരുന്നിട്ടും, ചവിട്ടി താഴ്ത്താമായിരുന്നിട്ടും, ഉപേക്ഷിച്ച് കളയാമായിരുന്നിട്ടും, എന്തിനാ എന്നെ കരുതിയത്, എന്തിനാ എന്നെ സ്നേഹിച്ചത്? ഈശോയുടെ ഉത്തരം കുരിശിൽ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ഈശോയുടെ ഉത്തരം ഈ അൽത്താരയിലുണ്ട്. ഈശോയുടെ ഉത്തരം മുറിയപ്പെട്ട ഹൃദയത്തിലുണ്ട്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ ഓർക്കുന്നു എന്ന് ഈശോ നിന്നോട് പറയുകയാണ്.